ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കേക്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമൃതം പൊടി കൊണ്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രത്തിൽ ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഈ അമൃതം പൊടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ അമൃതം പൊടിയും ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെയും റെഡിയായി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു ബൗളിൽ മുട്ട ഒടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ അല്പം പോലും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ട ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പൊടിയായി വന്നപ്പോഴേക്കും ഇത് 1/4 കപ്പുണ്ട്. പിന്നെ നമ്മുടെ അമൃതം പൊടിക്ക് കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ ഇത്രയും പഞ്ചസാര മതിയാവും. ഇനി ഈ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിലും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും അതുപോലെ ഓയിലും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ആദ്യം ഞാനിത് ബീറ്റർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അമൃതം പൊടിയും ചേർത്തിട്ട് ഇത് ബീറ്റർ കൊണ്ട് ഒരു 3 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. കേക്ക് മിക്സിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ ആദ്യമേ ഓയിൽ തേച്ചു അതിന് മുകളിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് മിക്സ് കുക്കറിലേക്ക് ഒഴിച്ചതിന് ശേഷം 1-2 തവണയൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കുക. ഇതിൽ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു പഴയ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. വിസിലൊന്നും ഇല്ലാതെ വേണം കുക്കർ അടയ്ക്കാൻ. ഇനി സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കായോ എന്ന് നോക്കണം. അതിനായിട്ട് ഒരു സ്ക്യൂർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ക്യൂറിലൊന്നും ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. സ്ക്യൂറിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക.
അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ കേക്കൊക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്